ബ്രഹ്മോസ് മിസൈലിനെ തടയാൻ ചൈനയ്ക്ക് ഇപ്പോൾ കയ്യിൽ സംവിധാനങ്ങളൊന്നുമില്ല. ഫിലിപ്പൈൻസിന്റെ കയ്യിൽ ഇന്ത്യൻ കരുത്ത് കണ്ട് ശരിക്കും വിറള പിടിച്ചിരിക്കുകയാണ് ചൈന. തെക്കൻ ചൈന കടലിൽ ചൈനയുടെ കടന്നുകയറ്റത്തിന് അന്ത്യം കുറിക്കാൻ തീരുമാനിച്ചു തന്നെ ഫിലിപ്പൈൻസ് ഭാരതത്തിൽ നിന്നും വാങ്ങിയ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്ന് അവകാശപ്പെടുന്ന ബ്രഹ്മോസ് ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് ഫിലിപ്പൈൻസ് സൈന്യം. അമേരിക്കയുമായി ചേർന്ന് നടത്തുന്ന സൈനികാഭ്യാസം ബാലിക്കാട്ടൻ എന്നറിയപ്പെടുന്ന സൈനികാഭ്യാസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നിർണായകമായ നീക്കം ഫിലിപ്പൈൻസ് നടത്തുന്നത്. ചൈനയുമായി നിലനിൽക്കുന്ന തർക്കങ്ങൾക്കിടയിൽ ഫിലിപ്പൈൻസിന്റെ പ്രതിരോധ മേഖലയിൽ ഒരു വലിയ ആയുധമായി ഇപ്പോൾ ഇന്ത്യൻ കരുത്തിന്റെ ബ്രഹ്മോസ് മാറിക്കഴിഞ്ഞു. ഇതോടെ മേഖലയിൽ ചൈനയുടെ ആധിപത്യത്തിന് കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നാണ് വിലയിരുത്തൽ. ബാലിക്കാട്ടൻ അഭ്യാസത്തിന്റെ മാരിടൈം സ്ട്രൈക്ക് ഘട്ടത്തിലാണ് ബ്രഹ്മോസ് മിസൈലിന്റെ സിമുലേഷൻ ഫയറിംഗ് നടക്കുക. മിസൈൽ ലോഞ്ചറുകളുടെ യഥാർത്ഥ നിയന്ത്രണ പാനലുകളും കമ്പ്യൂട്ടർ സ്ക്രീനുകളും ഉപയോഗിച്ച് ശത്രു ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും തകർക്കാനുമുള്ള പരിശീലനമാണിത്. യഥാർത്ഥ മിസൈലുകൾ വിക്ഷേപിക്കാതെ തന്നെ യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിച്ച് സൈനികർക്ക് കൃത്യമായ പരിശീലനം നൽകാൻ ഇതുവഴി സാധിക്കും. അപകട സാധ്യതകൾ ഒഴിവാക്കുന്നതിനൊപ്പം കോടിക്കണക്കിന് രൂപ ലാഭിക്കാനും ഇത്തരം സിമുലേഷൻ ഫയറിങ്ങുകളിലൂടെ സാധിക്കുമെന്ന് അധികൃതർ പറയുന്നു. ഫിലിപ്പീൻസിന് പുറമെ അമേരിക്കയുടെ ടൈഫൂൺ മിസൈൽ സംവിധാനവും നിലവിൽ മേഖലയിലുണ്ട്. 2024 ഏപ്രിലാണ് ഇന്ത്യ ബ്രഹ്മോസിന്റെ ആദ്യ ബാച്ച് ഫിലിപ്പീൻസിന് കൈമാറിയത്. 3 മുതൽ 6 വരെ ലോഞ്ചറുകളും അത്യാധുനിക സർവൈലൻസ് സംവിധാനങ്ങളും അടങ്ങുന്നതാണ് ഓരോ ബാറ്ററിയിൽ. ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് മിസൈലിനെ തടയാൻ നിലവിൽ ചൈനീസ് പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിക്കില്ല എന്നത് ചൈനീസ് നേതൃത്വത്തെ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. തീരദേശ പ്രതിരോധത്തിലും സമുദ്ര അതിർത്തി സംരക്ഷണത്തിലും ഫിലിപ്പീൻസ് നേരിട്ടിരുന്ന ആ ഒരു വിടവ് നികത്താൻ ഇന്ത്യൻ മിസൈലുകൾ ബ്രഹ്മോസ് എത്തിയതോടെ സാധിച്ചിരിക്കുകയാണ്. ഭാരതത്തിന്റെ പ്രതിരോധ കയറ്റുമതിയിലെ നാഴികക്കല്ലാണ് ഈ കരാർ. ചൈനയുടെ വിപുലീകരണവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെയും ഫിലിപ്പീൻസിന്റെ ശക്തമായ നിലപാടായാണ് ആഗോളതലത്തിൽ ഇത് വിലയിരുത്തപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ നടക്കുന്ന സൈനികാഭ്യാസം ചൈനയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും സൃഷ്ടിക്കുക. തെക്ക് കിഴക്കൻ ഏഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ബ്രഹ്മോസ് മിസൈലിന് ആവശ്യക്കാർ ഏറെയാണ്. പടിഞ്ഞാറൻ ഏഷ്യയിലെ വിവിധ രാജ്യങ്ങൾ മിസൈൽ വാങ്ങാൻ മുന്നോട്ട് വരുന്നുമുണ്ട്. ലോക രാജ്യങ്ങളുടെ ഇഷ്ട സൂപ്പർസോണിക് മിസൈലാണിത്. മാക് 3 വേഗതയിൽ സൂപ്പർസോണിക് മോഡിൽ വിക്ഷേപിച്ചാൽ ശത്രുവിന് പ്രതികരിക്കാനുള്ള സമയം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ മിസൈൽ ലക്ഷ്യം ഭേദിക്കും. എന്തായാലും ഈ ഒരു മിസൈലിന്റെ കൃത്യതയും വൈവിധ്യവും അതിനെ സമാനതകൾ ഇല്ലാതാക്കുന്നു എന്നാണ് DRDOയിലെ ശാസ്ത്രജ്ഞർ പറയുന്നത്. അത് തന്നെയാണ് ഈ മിസൈലിനെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. മാത്രമല്ല, മിസൈലിന്റെ നിർമ്മാണ ചെലവ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഇന്തോനേഷ്യ മിസൈൽ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ബ്രഹ്മോസ് മിസൈലും മറ്റു ചില പ്രതിരോധ വസ്തുക്കളും വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് വിയറ്റ്നാമും അറിയിച്ചിട്ടുണ്ട്. അതേസമയം 2025ഓടെ 35,000 കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്ന കയറ്റുമതിയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. മിസൈലിന്റെ വിൽപ്പന ഈ ലക്ഷ്യത്തിലെത്താൻ ഇന്ത്യയെ ഏറെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.